നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോ മകളെ പറ്റി ഇങ്ങനെ ഒരു വാർത്ത കേട്ടാ സഹിക്കാൻ പറ്റില്ല. അതെനിക്ക് മനസ്സിലാവൂ അമ്മേ. എന്നാൽ സത്യം വേറൊന്നായിരിക്കുമ്പോ നിരപരാധിയായ ഈ പെൺകുട്ടിയെ എന്റെ കൺമുന്നിൽ വെച്ച് ശിക്ഷിക്കുന്നത് തെറ്റ് തന്നെയല്ലേ അമ്മേ? നോക്കുമോനെ, നിന്റെ സ്ഥാനം, നിന്റെ കയ്യിലുള്ള കാശ്, നിന്റെ ഇൻഫ്ലുവൻസ്, ഇങ്ങനത്തെ തെറ്റുകളും വിവാദങ്ങളൊക്കെ ഉണ്ടായ പോലും ജനങ്ങളുടെ വായി മൂടിക്കെട്ടും. ആളുകൾ തമ്മിൽ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചാലും നിന്റെ മുന്നിൽ ഇതിനെപ്പറ്റി ആരും സംസാരിക്കില്ല. അതുപോലെ ആരും പറഞ്ഞ് കളിയാക്കുകയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്റെ കയ്യിലെ കാശ് കണ്ട്, നീ പണക്കാരനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. എന്നാ ഞങ്ങള് പാവപ്പെട്ടവരാ. എപ്പോഴും മറ്റുള്ളവരുടെ കരുണയും സഹായവും ഒക്കെ വേണ്ടിവരും. ഞങ്ങളെ കൊണ്ട് ആർക്കും ഒരിക്കലും ഒരു പ്രയോജനവും ഇല്ല. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പടി ഇറങ്ങുമ്പോ തന്നെ ഒരു 100,000 കണ്ണുകൾ ഞങ്ങളെ പിന്തുടരും. കേൾക്കാൻ പാടില്ലാത്ത ഒരുപാട് കുത്തുവാക്കുകളും കേൾക്കേണ്ടി വരും. അതൊന്നും നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല മോനെ. മനസ്സിലാവും. മാനത്തിനും മര്യാദയ്ക്കും വില കൽപ്പിക്കുന്ന നിങ്ങളെ സത്യത്തിന്റെ വില കൂടെ മനസ്സിലാക്കണം. ഇന്ന് അമൂല്യേക്കാണ് ആ കൂട്ടരിങ്ങോട്ട് വന്നു. അപ്പൊ ടിവിയിൽ ഇങ്ങനൊരു വാർത്ത കണ്ടു. ആർക്കും അത് സഹിക്കാൻ പറ്റിയില്ല. എല്ലാരും ദേഷ്യപ്പെട്ടു. അവളെ തല്ലി. അപ്പോഴത്തെ ആ അവസ്ഥയിലും സാഹചര്യത്തിലും നിങ്ങൾ അങ്ങനെ പെരുമാറി. അത് സ്വാഭാവികമാണ്. ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. എന്നാൽ നിങ്ങൾ ആരെങ്കിലും ആ പെൺകുട്ടിയോട് ആ വാർത്തയുടെ സത്യാവസ്ഥ എന്താന്ന് ഒരിക്കലെങ്കിലും ചോദിച്ചോ? കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങനെയാ പെരുമാറിയത്. സത്യം എന്താന്ന് വെച്ചാ, എന്നെ ഒരു കള്ള കേസിൽ നിന്ന് രക്ഷിക്കാനായി ഈ അമൂല്യ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ എന്തൊക്കെയാ സംസാരിക്കുന്നതെന്ന് നിനക്കറിയോ? വാർത്തയുടെ സത്യാവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതൊന്നും ആരോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിന്റെ കാരണക്കാരൻ ഞാനായിപ്പോയി. അന്ന് രാത്രി അന്ന് ആ ഓഫീസിൽ ഞങ്ങൾ പെട്ടുപോയി എന്നുള്ള കാര്യം സത്യം തന്നെയാ. അത് ഇവള് കാരണമല്ല. നിങ്ങൾ വളർത്തിയ നല്ലൊരു പെൺകുട്ടിയെ അവള്.
നിങ്ങളെന്ന് വെച്ച ഇവക്ക് ദൈവത്തിന്റെ സ്ഥാനമാ. അന്ന് രാത്രി വേറൊന്നും സംഭവിച്ചില്ല. എനിക്ക് ഈ സമൂഹത്തിന് വലിയ പേടിയൊന്നുമില്ല. ഞാൻ ആരെയും തിരുത്തുമില്ല. പക്ഷെ എനിക്കും സംസ്കാരമുണ്ട്. എല്ലാ പെൺകുട്ടികളോടും റെസ്പെക്റ്റും ഉണ്ട്. ഒരു പെൺകുട്ടി അടുത്ത് വന്ന് എങ്ങനെ പെരുമാറണം എനിക്ക് നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, അമൂല്യ പോലൊരു നല്ല പെൺകുട്ടിയുടെ അടുത്ത് ആർക്കും അങ്ങനെയൊന്നും പെരുമാറാനും പറ്റില്ല. ഈ സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടും ഇനി അവളെ തല്ലണു എന്നാണെങ്കിൽ അത് എന്നെ തല്ലേ. ഇതിനെല്ലാത്തിനും കാരണം ഞാൻ ഒരുത്തനാ. നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കും. പക്ഷെ അമൂല്യ ഇനി ഒന്നും പറയാൻ പാടില്ല. ദയവേത് അവളെ ഉപദ്രവിക്കരുത്. ചേട്ടൻ ഇതുവരെ ആർക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ അപേക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ശരിക്കും ചേട്ടന് അമൂല്യ ഇഷ്ടമാണെന്ന് തോന്നുന്നു. മതി മോനെ, ഇനി ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞൊക്കെ സത്യം അങ്കിൾ. ഈ അമൂല്യ ഒരു പാവാ. ശരിയാ മോനെ, തെറ്റെല്ലാം ഞങ്ങളുടേതാ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ മകളെ നന്നായിട്ട് അറിയാന്ന് പറഞ്ഞ് അവക്ക് വേണ്ടി സംസാരിക്കണായിരുന്നു. എന്നാ കുറച്ചു ദിവസം മുമ്പ് പരിചയപ്പെട്ട നീ എന്റെ മകളെ പറ്റി ഇത്രയൊക്കെ പറയുമ്പോ ഇവള് തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി മോനെ. അങ്കിൾ വിഷമിക്കണ്ട. സംഭവിച്ചു. നല്ലൊരു ബന്ധം കൈവിട്ടു പോയെന്ന് കരുതിയ മോളെ ഞാൻ നിന്നെ അടിച്ചത്. എന്നാൽ നീ നിന്റെ അച്ഛന്റെ മോളാണെന്ന് തെളിയിച്ചു തന്നല്ലോ. ചേച്ചിയുടെ കല്യാണം നടക്കാൻ വേണ്ടി തെറ്റ് ചെയ്യാത്ത വേദാന്തിന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ മോളെ നീ ഇങ്ങനെയെല്ലാം ചെയ്തെന്ന് എനിക്കിപ്പോ മനസ്സിലായി മോളെ. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കും മോളെ. കാശുണ്ടെന്ന് കരുതി അഹങ്കരിക്കുന്നതിന് പകരം കൃത്യമായ സമയത്ത് തല താഴ്ത്തുന്നതാണ് ശരിയായ വലിപ്പമെന്ന് നീ പ്രൂവ് ചെയ്തു വേദാന്ത്. യു ആർ ഗ്രേറ്റ്. നീ വളരെ നല്ല മനസ്സുള്ള ഒരു കുട്ടിയാണ് അമ്മു. നീയാണ് എനിക്ക് ചേച്ചി. വേദാന്തേട്ടാ, ചേട്ടൻ ജെന്റിൽമാൻ ആണെന്ന് അറിയായിരുന്നു. പക്ഷെ ഇപ്പോ അതിലും വലിയവനാണെന്ന് മനസ്സിലായി.
നീ ചെയ്ത കാര്യം കൊണ്ട് മാത്രം വേദാന്തിന്റെയും അമൂല്യയുടെയും മാനം പോയത്. നീ ചെയ്ത തെറ്റിന് അവരല്ലേ അനുഭവിക്കേണ്ടി വന്നത്. അമ്മേ പ്ലീസ്, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഇപ്പൊ തന്നെ ഒരുപാട് കേട്ട് കഴിഞ്ഞു. ഇനി സാധ്യമല്ല. ഇപ്പൊ നീ പോയി ഞാനാണ് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ക്ഷമ ചോദിച്ച പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ പോകാം. അമ്മേ 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 പ്ലീസ് അമ്മേ, ഞാൻ കാല് പിടിക്കാമേ. ഞാൻ സത്യം ചെയ്ത ഓർമ്മയില്ലേ അമ്മേ? മാറടി. അമ്മേ 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 പ്ലീസ് അമ്മേ അമ്മേ അമ്മേ. വല്യമ്മേ, വരൂ. അവിടെയെല്ലാം ഒരുവിധം ശരിയായിക്കൊണ്ടിരിക്കുക. അല്ല, ഈ മീനാക്ഷി എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? 2 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുക. ഞാൻ നോക്കിയാ തിരിച്ചെന്നെ നോക്കുന്നില്ല. രാത്രി ഫുഡ് കഴിക്കാൻ ടെറസിൽ വന്നോണ്ടിരുന്നതാ, ഇപ്പൊ അതും ഇല്ല. ലാസ്റ്റ് ടൈം സിനിമയ്ക്ക് വിളിച്ചപ്പോ ടൈം ഇല്ലാന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ റെഡിയായി പോയതാ. എന്നിട്ടും അത് കണ്ടിട്ട് ഇനി ഞാനൊരു ഗതിയില്ലാത്തവനാണെന്നെങ്ങാനും കരുതി കാണുമോ? ഈ മീനാക്ഷി എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്നുള്ള സീക്രട്ട് കണ്ടുപിടിച്ചേ പറ്റൂ. വേദാന്ത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ ക്ഷമിക്കണം. നോ സിദ്ധാർത്ഥ്, സോറി ഞാനല്ലേ പറയണ്ടേ. ഇന്നിങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ, അതും ഞാൻ കാരണമല്ലേ. ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ബട്ട് ഐ എം റിയലി സോറി. പ്ലീസ് ഇതോർത്ത് ടെൻഷൻ അടിക്കരുത്. ഇല്ല സിദ്ധാർത്ഥ്, ഇപ്പൊ സത്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ. ചേട്ടാ, നീ എത്രയും പെട്ടെന്ന് ഫ്രീ ആവ്. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഡോണ്ട് ഫീൽ ബാഡ് ആദ്യ, നമുക്ക് സംസാരിക്കാം. ഐ യു ഓക്കെ നൗ? ഐ എം ഓക്കെ. അമൂല്യ ഓക്കെ ആണോ നോക്ക്. എന്താ? അതെയോ? ഓ മൈ ഗോഡ്, ഇത്രയൊക്കെ സംഭവിച്ചോ? ഓ ആർതി, അതെ
ഞാൻ പിന്നെ കോൾ ചെയ്യാട്ടോ. ഓക്കെ? ആരതിയോടാണ് നീ സംസാരിച്ചേ? അത് ആ ആ, നിന്നോടൊരു കാര്യം ചോദിക്കണമായിരുന്നു. അത്ര വലിയ എന്ത് കാര്യം അമ്മേ? വേദാന്ത് എപ്പം നോക്കിയാലും ഫോണില് അവൻ എന്തെങ്കിലും സീക്രട്ട് കാണുമെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ എന്നെ ആകെ വട്ടാക്കിയിരിക്കുക ഇപ്പോ. അതെന്താന്ന് അതിനെന്താ അമ്പതിന്റെ? നിനക്കെന്തേലും അറിയാവോ? അവന് ഗേൾഫ്രണ്ടായിട്ട് ആരെങ്കിലും ഉണ്ടോ? പെണ്ണിന്റെ കംപ്ലൈന്റിൽ ഏത് ദിവസമാണോ ഹാരാസ്മെന്റ് നടന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ദിവസം മുഴുവൻ വേദാന്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ദിവസം മുഴുവൻ വേദാന്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടമ്മേ. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ ഇതേ ഡൗട്ട് കൊണ്ട് അമ്മ വരുന്നേ. അമ്മക്ക് ഇതുവരെ ചേട്ടനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ? ഇത് എത്രാമത്തെ തവണ ഈ പറയുന്നേ? അല്ല, ഇതുപോലെ ഡൗട്ട് അടിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? അവൻ പെണ്ണുങ്ങളാണെങ്കിൽ നോർമൽ ഫ്രണ്ട്സ് പോലെ ആക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗേൾ ഫ്രണ്ട്. സോ ഫണ്ണി അമ്മയുടെ കാര്യം. അയ്യോ, അന്നത്തെ കാര്യം കഴിഞ്ഞ് മീനാക്ഷി ഇന്നാ ഒന്ന് സംസാരിച്ചത്. നമ്മുടെ സീനിയർ ബോസിന്റെ ഇടയില് എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഞാൻ ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ സിനിമയ്ക്ക് വിളിച്ചോണ്ട് പോകാൻ പോകുന്നത്. ഏത് സിനിമ കാണണ്ടേന്നാ ഇപ്പൊ പ്രശ്നം. ഇങ്ങനൊരു അവസരം കിട്ടിയിട്ട് പ്രേതപ്പടം കാണാനാണോ സുമേഷെ നീ കൊണ്ടുപോകുന്നത്? ആദ്യമായിട്ടൊക്കെ സിനിമ കാണാൻ പോകുമ്പോ റൊമാൻറ്റിക് സിനിമ കാണണം എന്നുള്ള ബോധം പോലും ഇല്ലടാ സുമേഷ നിനക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെയൊക്കെ തുടക്കം സീനിയർ ബോസിന്റെ അടുത്തുനിന്നാ. ഈശ്വര, നമ്മുടെ സീനിയർ ബോസിന് പെട്ടെന്ന് തന്നെ ഒരു പ്രണയം ഉണ്ടാക്കി കൊടുക്കണേ. ഒരുത്തന്റെ കൂടെ ഫുൾ നൈറ്റ് സ്പെൻഡ് ചെയ്ത നീ വേറൊരുത്തന്റെ കൂടെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചല്ലോ. നിന്നെ ഞാൻ വെച്ചേക്കത്തില്ലടി. നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. നീ എന്ത് പണിയായി കാണിച്ചത്? ഇതെല്ലാം നടന്നത് ഞാൻ കാരണോ? നിങ്ങക്ക് തല്ലണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്നെ തല്ല്. ഈ അമൂല്യ ഒരു പാവം പെൺകുട്ടിയാ. ദയവായി അവളെ ഉപദ്രവിക്കരുത്. അമ്മോ, ദേവി ഇതെന്നോട് ക്ഷമിക്കമേ. നിങ്ങളോടെല്ലാം മറച്ചു വെക്കണമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടല്ല. ഞാൻ ഇന്നലെ കൂടെ കരുതിയത് നിങ്ങളോട് ഇതൊക്കെ പറയണമെന്ന്. നീ ഒന്നും പറയണ്ട മോളെ. തെറ്റ് ഞങ്ങളുടെ തന്നെയാ. ഒരു നിമിഷം നീ ഞങ്ങളുടെ മകളാണെന്നുള്ള കാര്യം പോലും മറന്ന് ഒരുപാട് ക്രൂരമായിട്ട് പെരുമാറിപ്പോയി. നീ ഞങ്ങളോട് ക്ഷമിക്കില്ലേ മോളെ? ഞാനാണ് എല്ലാത്തിനും കാരണം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. നിങ്ങളുടെ സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെയല്ലേ പെരുമാറുള്ളൂ. ഞാൻ നിന്നോടല്ല മോളെ, ഞാൻ എന്നെ തന്നെയാ സംശയിച്ചത്. നീ എന്റെ മോളാണ്. ഞാൻ സംസ്കാരത്തോടു കൂടി വളർത്തിയ എന്റെ മകൾ. നീ ഒരു രാത്രി മുഴുവൻ അവന്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിലും നീ ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു. നീ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കില്ലെന്ന് ഞാൻ ധൈര്യത്തോടുകൂടി ചിന്തിക്കായിരുന്നു. ഞാൻ നിന്നെ അടിച്ചല്ലോ മോളെ. എന്തിനമ്മ വീണ്ടും ഈ കാര്യങ്ങൾ തന്നെ സംസാരിക്കുന്നേ? അമ്മ എന്നെ ഒന്ന് തല്ലിന്ന് കരുതി ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? നിന്നെ അടിച്ചെന്നുള്ളതല്ല കാര്യം മോളെ. മക്കളെ തിരുത്തുമ്പോൾ ആദ്യം പറഞ്ഞാ മനസ്സിലാക്കേണ്ടത്. പിന്നീട് ശാസിക്കണം. എന്നിട്ടും കേട്ടില്ലെങ്കിൽ മാത്രമേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇതുപോലെയൊക്കെ പെരുമാറാൻ പാടുള്ളൂ. അപ്പോഴും മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കി
സംസാരിച്ച് തിരുത്തി കൊടുക്കാൻ ശ്രമിക്കണം. എന്നാൽ അതിനുള്ള അവസരം ഒന്നും ഉണ്ടായില്ല. വെറുതെ മറ്റുള്ളവരുടെ വാക്കൊക്കെ കേട്ട് അതും പോരാഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ ഒരുപാട് ശിക്ഷിച്ചല്ലോ എന്നോർത്ത് വല്ലാതെ വിഷമിക്കുക നിന്റെ അമ്മ. ഞങ്ങളിപ്പോൾ മരിച്ചാലും സാരമില്ല. എന്നാൽ മരിക്കുമ്പോ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയം വരെ നല്ല മര്യാദയ്ക്കാണ് ജീവിച്ചതെന്നൊരു മനസമാധാനമെങ്കിലും ഉണ്ടാവണം എന്ന് ഞാൻ എപ്പോഴും നിന്നോട് പറയാറില്ലേ? ആ മാനം നഷ്ടപ്പെടാൻ കാരണം നീ ആകുമെന്നുള്ള പേടി കൊണ്ടാണ് ഭയന്നുപോയ മോളെ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ എങ്ങനെ അടിച്ചത്. നീ ഞങ്ങളോട് ക്ഷമിക്കില്ലേ മോളെ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പായല്ലോ. അതിലും കൂടുതൽ എനിക്ക് എന്താ അമ്മ വേണ്ടത്? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഫീൽ ആകുന്നതൊക്കെ വിട്ടിട്ട് എനിക്കൊരു ഉമ്മ തന്നേ. ലൈറ്റ് ഓഫാക്ക് വിക്കി. തലവേദനിക്കുന്നു. തലവേദന എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണോ വേണ്ടേ? ഞാൻ ആർദിനെ വിളിച്ചിരുന്നു. എവറിത്തിങ് ഇസ് ഫൈൻ നൗ, ഡോണ്ട് വറി. ചേട്ടാ, ഓഫീസിൽ നിന്ന് നേരെ എന്തിനാ അവരുടെ വീട്ടിൽ പോയെ? ചില ചോദ്യങ്ങൾക്ക് ഉത്തരവ് ഉണ്ടാവില്ല വിക്രാന്ത്. അതാരും അന്വേഷിക്കാനും പാടില്ല. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് അനുഭവിച്ചു. അറിയോക്കെ? നിന്റെ ചേട്ടൻ നല്ല സ്ട്രോങ് ആണെന്ന് നിനക്ക് അറിയുന്ന കാര്യമല്ലേ? അറിയാം ചേട്ടാ, ഒരു ചാൻസും ഇല്ല. യു ആർ റോക്ക് സ്റ്റഡി. എന്റെ ചേട്ടൻ എങ്ങനെയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഐ വിൽ നെവർ ലെറ്റ് യു ഡൗൺ. ഹലോ, ഉറങ്ങുമായിരുന്നോ? ഈ നേരത്ത് പിന്നെ ഡാൻസ് കളിക്കോ? ഐ എം സോറി. ഞാൻ കാരണം നീ ഒരുപാട് അനുഭവിച്ചല്ലേ. താങ്ക് യു. കാര്യം എന്താ? എനിക്കൊരു പ്രശ്നം വന്നപ്പോ നീ അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നില്ലേ? അതിന്. നിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും മേ ബി ഞാൻ അങ്ങനെ പെരുമാറുള്ളൂ. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള്. നിനക്ക് എന്നോട് ലൈറ്റായിട്ട് ഒരിഷ്ടം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടല്ലേ എപ്പോഴും നീ എന്നെ വന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നേ? അല്ലായിരുന്നെങ്കിൽ നീ എന്തിനാ എന്റെ വീട്ടിൽ വന്ന് അതും എന്റെ വീടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിന്നേ? നീ എന്താ ഉദ്ദേശിക്കുന്നേ?